ഇപ്പോ ഈ കഴിഞ്ഞ ഏതോ ഒരു ഒളിമ്പിക്സിൽ ഏതോ ഒരു മത്സരത്തിൽ ആണായൊരു ചങ്ങാതി പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പൊട്ടത്തരുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ചങ്ങായി ഗുസ്തി മത്സരത്തിന് വന്നു. പെണ്ണുങ്ങളുടെ ഗുസ്തി മത്സരത്തിൽ മുടി നീട്ടിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പൊക്കിയിട്ടുണ്ട്, ഏകദേശം പെണ്ണിന്റെ രൂപമുണ്ട്, പക്ഷെ ബേസിക്കലി ആണാണ്. അവനോട് മത്സരിക്കാൻ വന്നത് ഒരു ഒറിജിനൽ പെണ്ണാണ്. ആ മത്സരം 46 സെക്കൻഡ് മാത്രമാണ് നീണ്ടു നിന്നത്. ഇടിച്ചിട്ട് ആ പമ്പർന്നോളുടെ മൂക്ക് കലങ്ങിപ്പോയി. ഓള് പറഞ്ഞ് ഇതൊരിക്കലും നീതിയല്ല. ഈ ഗുസ്തി മത്സരം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൈയൊക്കെ പൊക്കിയിട്ട് ഫസ്റ്റ് പൊക്കണ ആൾക്ക് 1ാം സ്ഥാനവും രണ്ടാമത് പൊക്കണ ആൾക്ക് 2ാം സ്ഥാനം, അങ്ങനൊക്കെ ഒരു മത്സരം ഉണ്ടല്ലോ. ഈ പെണ്ണ് കൈ കൊടുക്കാൻ നിന്നില്ല. കോച്ചിന്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയോള് പ്രതിഷേധിച്ചു. ഓള് പത്രസമ്മേളനം നടത്തി. എന്തേ? മത്സരിക്കാൻ വന്നത് പെണ്ണിന്റെ കോലത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളാണാണ്. ഈ ആണിനോട് പെണ്ണ് മത്സരിച്ചാൽ എങ്ങനെ നമ്മൾ ജയിക്കുക? 46 സെക്കൻഡിനപ്പുറം എങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുക എന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്പോർട്സിലേക്ക് തന്നെ നമുക്ക് വരാം. ആണുങ്ങളുടെ നീന്തൽ മത്സരത്തിൽ ലോകാടിസ്ഥാനത്തിൽ 400 ചില്ലാനം റാങ്ക് ഉണ്ടായിരുന്ന ഒരുത്തുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇപ്പൊ ജയിലിലാണ്. വേറൊരു കേസുണ്ട്. 400 ചില്ലാനം, 450 താഴെയാണ് അവന്റെ റാങ്ക്. ഓന് മനസ്സിലായി ഈ 400 ആളുകളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഈ ആണായിരുന്നാൽ. മൂപ്പര് ഒരു ചെറിയ ഇക്കുമത്ത് നടത്തി. ഇനി ഞാൻ പെണ്ണാന്ന് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് ഈ ജെൻഡർ ലിംഗത്വം തീരുമാനിക്കുന്നത്. ഇവരൊക്കെ കൂടെ പറഞ്ഞിട്ട് നമ്മുടെ തോന്നലനുസരിച്ചാണെന്നാണ്. പ്രസവിക്കുന്ന സമയത്ത് സെക്സ് മാത്രം ഉണ്ടാവും എന്ന് വെച്ചാൽ ആണിന് മൂത്രമൊഴിക്കുന്ന സാധനം ഉണ്ടാവും, പെണ്ണിന് അതും ഉണ്ടാവും. അത് കരുതിയിട്ട് പെണ്ണാണ് തീരുമാനിക്കാൻ പറ്റൂല. ഈ വൃഷ്ണവും ലിംഗമൊക്കെ ഉള്ളതുകൊണ്ട് ആണാന്നും തീരുമാനിക്കാൻ പറ്റൂല. പിന്നെ അവര് സ്വയം തീരുമാനിക്കണം എന്താവണം എന്നുള്ളത്. ജനനം കൊണ്ടല്ല ജെൻഡർ തീരുമാനിക്കുന്നത്, നമ്മുടെ താല്പര്യം അനുസരിച്ചാണ്. അപ്പൊ ആണായൊരു ചങ്ങായി പെണ്ണാ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ പിന്നെ പെണ്ണാണെന്ന് സമ്മതിക്കണം എന്നാണ്. നമുക്കൊക്കെ മനസ്സിലുള്ളത് 1-2 ലിംഗങ്ങളാണ്, ആൺലിംഗവും പുല്ലിംഗവും സ്ത്രീലിംഗവും അല്ലെ. 60 ജെൻഡർ ഉണ്ടെന്നാണ് ഇപ്പൊ ഇവരൊക്കെ കൂടെ പറയണത്. 60 എണ്ണം ഉണ്ട്. ആണ് പറഞ്ഞ മാതിരി, പെണ്ണ് എന്ന് പറഞ്ഞ മാതിരി, ട്രാൻസ്ജെൻഡർ എന്ന് ഓറൊന്ന്, ഇങ്ങനെ പോന്ന് 60 എണ്ണം ഉണ്ട് എന്നപ്പോ ഇവര് പറയണത്. അപ്പൊ ഈ നീന്തൽക്കാരൻ ഒരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഞാൻ പെണ്ണാണെന്നാണ് തീരുമാനിച്ചു. പിന്നെ മുടിയൊക്കെ വലുതാക്കി, നേരത്തെ പറഞ്ഞതുപോലെ സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടെ ഇവിടെയൊക്കെ പൊക്കി. പിന്നെ പെണ്ണുങ്ങളുടെ നീന്തൽ മത്സരത്തിലെത്തി. ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് എത്ര പെട്ടെന്ന് എത്തിയെന്നറിയങ്ങള്. ആണുങ്ങളുടെ കൂട്ടത്തിൽ 500ാം റാങ്കിലുള്ള ചങ്ങാതി പെണ്ണാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കോലൊക്കെ കെട്ടി പെണ്ണിന്റെ മാതിരി ഡ്രസ്സൊക്കെ ഇട്ട് പെണ്ണുങ്ങളോടൊപ്പം നീന്താൻ പോയപ്പോ ഓൻ 1ാം സ്ഥാനത്തിലേക്ക് വളരെ വളരെ പെട്ടെന്ന് എത്തി. ഇപ്പൊ അറസ്റ്റിലാവാൻ കാരണം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒറിജിനൽ പെണ്ണിന് ഇവൻ അവന്റെ ആ ഒരു ഇടൻ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ടുള്ള ഒരു പീഡന ശ്രമം എന്നും പറഞ്ഞിട്ടാണ്. 100% പുരുഷനാണെന്നർത്ഥം. കുറച്ചും കൂടെ വിശദീകരിക്കേണ്ടി വരും. അമേരിക്കയിൽ ഇതുപോലെയുള്ള ട്രാൻസ് മാനിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു. അവനെ പെണ്ണുങ്ങളെ ജയിലിൽ കൊണ്ടുപോയിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് അവൻ അവിടെ നിന്ന് പുറത്താക്കി. കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ പ്രഗ്നൻസി ആയി എന്നുള്ളതാണ് വിഷയം. കൂടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭമുണ്ടായി എന്നുള്ളതാണ്. ഇവൻ പെണ്ണാണേനോ, കാരണം ഐഡന്റിഫൈ ചെയ്ത് പെണ്ണാന്നാണ്. ഇജാതി തോന്നിയാസങ്ങളെ അംഗീകരിച്ച്, ഇജാതി ധർമ്മവിരുദ്ധതയെ അംഗീകരിച്ച് എല്ലാവരും പാടുന്ന പാട്ട് എല്ലാവരും പാടും പോലെ ഇസ്ലാമും പാടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദൈവികമാണ്. അതൊരു ദൈവിക സംവിധാനമാണ്.